ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് കരാമ വരെ പോവാണ്. ചുമ്മാതല്ല, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏട്ടൻ്റെ ഹോട്ടലിൻ്റെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് മെട്രോയ്ക്ക് പോകും. അപ്പോൾ പോവാം. അപ്പം അങ്ങനെ നമ്മളത് ബസ്സിൽ കയറിയിട്ട് മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ കേട്ടോ. ഏട്ടൻ്റെ ഹോട്ടലിൽ അവിടെ നിന്ന് അടുത്ത് മെട്രോ സ്റ്റേഷനാണ് നമ്മൾ എടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറുണ്ട്. അപ്പം അങ്ങനെ പോവാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോട്ടലിലെത്തി. പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതിപ്പം എയർപോർട്ട്, ഇവിടുത്തെ എയർപോർട്ട് ടെർമിനൽ 1 ആണ്. ഇതപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ. എനിക്ക് വേറെ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യാറില്ല. ഈ ഒരു എയർപോർട്ട് ടെർമിനൽ 1 അവിടെ AC കൂട്ടിയിട്ടേക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്ത് എൻ്റെ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കണ പോലത്തെ ഒരു തണുപ്പ് എനിക്ക് വരും. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഓഫീസ് വിടേണ്ട സമയമൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ടും അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏട്ടന് സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടാത്തത് കൊണ്ടുള്ളൊരു ഗുണം അതാണ്. നമ്മൾ വീക്കെൻഡ്സ് ആകുമ്പോൾ നമുക്ക് മെട്രോയിലൊക്കെ അപാര തിരക്കായിരിക്കും. ഇങ്ങനെ വീക്ക് ഡേയ്സ് ആകുമ്പോൾ നമുക്കങ്ങനെ പുറത്ത് പോകാൻ സുഖമാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ് ഇടവിട്ട് അങ്ങനെ മെട്രോ ഉണ്ട് കേട്ടോ. അങ്ങനെ മെട്രോയിൽ കയറി നമുക്ക് നേരിട്ട് കരാമയിലാണ്. പണ്ട് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് കരാമ. ഇപ്പം ദൂരം കൂടുതൽ കൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളൂ. അവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും ഈ സമയത്തൊക്കെ. നിങ്ങളുടെ തന്നെ വീടൊന്നും എടുത്തില്ല, അന്ന് വന്ന് എടുത്തില്ല, ജിനിയുടെ കൂടെ വന്ന് എടുത്തില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഡേ ടു ഡേ. ഞാൻ പണ്ട് ഇവിടെ എപ്പോഴും കയറുമായിരുന്നു അവിടെ ആയിരുന്ന സമയത്ത്. എന്തായാലും ഇന്ന് കയറണം. കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അടിപൊളി വിലക്കുറവിന് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണത്. കണ്ടോ മിന്നിക്കൊണ്ടിരിക്കണം. ഇതാണ് പിള്ളേരുടെ, കൊച്ചുങ്ങളുടെ കൈക്ക് അത്ര. അപ്പൊ ഇത് കരാമ സെന്റർ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ കുറേ ഷോപ്സ്, ജ്വല്ലറീസ്, അങ്ങനെ എല്ലാം, എന്താ പറയുക, കുറേ വാച്ചസ്, ഫോൺസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കണ്ടപ്പോൾ അപ്പുറത്തെ ഒരു ജ്വല്ലറിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ക്രിസ്മസിൻ്റെ കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെ നടക്കണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചുള്ളപ്പോഴാണ് അകത്തോട്ട് കയറിയത്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടായി. പക്ഷെ അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 4-5 മണി എന്തോ ആവാൻ പോണേ ഉള്ളൂ. ഇപ്പം തണുപ്പുള്ളതുകൊണ്ട് വേഗം തന്നെ ഇരുട്ടാവണുണ്ട്. 5 മണി എന്തോ ആവണേ ഉള്ളൂ ഇപ്പം തന്നെ. സ്വരാജ് അപ്പം ഈ ഒരു സമയമായതുകൊണ്ട് അങ്ങനെ ആർക്കും വിശപ്പൊന്നും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു ചായ ഇച്ചിരി കറുമുറൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. നമ്മൾ നേരെ നമ്മളുടെ ഡേ ടു ഡേ കയറിയിട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈപ്പും കിട്ടും. എൻ്റെ ഒരു അറിവിൽ നമ്മളുടെ ഇവിടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഡേ ടു ഡേയുടെ ഇതുള്ളത് കരാമയിലാണ്. ഒരു 3-4 ഫ്ലോറായിട്ടാണ് സംഭവം വരുന്നത് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഫുഡ് ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഡ്രസ്സ്, പിന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും, വീട്ടിലേക്കുള്ള സംഭവങ്ങൾ, അങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അധികം വിലയൊന്നുമില്ല, വില കുറവിനാണ്. മിക്ക ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കണ്ട. ഇനിയിപ്പം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനല്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഡേ ടു ഡേയുടെ ഇഷ്ടമാണ്. നമുക്ക് എന്താ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിക്കോട്ടെ, ഇപ്പം കൊറിയൻ ടച്ച് അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കടയായിരിക്കും ഇത്. അങ്ങനത്തെ ഐറ്റംസൊക്കെ വലിയ വിലയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പം നമ്മളൊരു സ്വെറ്റർ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വെറ്റർ മേടിച്ചോ, വേറെ ഒന്നും മേടിച്ചില്ല. എന്തായാലും ഒന്നും കൂടെ പോകണം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ, അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ കുറേ കുഞ്ഞു പാപ്പാസിൻ്റെ ഇതൊക്കെ അവർ വെച്ചിട്ടുണ്ട്.
അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കരാമ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും വന്നതല്ലേ, അവിടെയും കൂടെ കയറാമെന്ന് ഓർത്തിട്ട് നമ്മൾ കയറി. ഇപ്പം ഞങ്ങളുടെ ആ ഒരു താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അവിടെയും ഈ സെറ്റപ്പൊക്കെ തന്നെ, കുറേ ഫുഡുണ്ട്, പിന്നെ ഡ്രസ്സുകൾ, വാച്ചസ്, ഇത് എന്തൊക്കെയോ ഗെയിംസ് കളിക്കുന്ന സംഭവങ്ങൾ, മാലയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കോസ്മെറ്റിക് ഐറ്റംസ്. ഏട്ടാ എനിക്ക് ഒന്നും വേണ്ട, വെറുതെ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. അവിടെ വേറൊന്നും മേടിച്ചില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവിനുണ്ട് കേട്ടോ. നമ്മളുടെ എന്താ പറയുക, ഈ കൊറിയൻ ടൈപ്പ് ടച്ചുള്ള ഒരു കടവട ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ മേടിച്ചില്ല. ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യമല്ല, അനാവശ്യമായി പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. ജസ്റ്റ് കണ്ടു, നല്ല രസമുണ്ട് അവിടെ കാണാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. ലിപ്സ്റ്റിക്കിന് വലിയ രൂപയൊന്നും ആയില്ല. എന്തോ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മേടിച്ചില്ലെങ്കിൽ. പക്ഷേ ഏട്ടൻ എന്നിട്ട് എപ്പോഴും തന്നെ ഇതാക്കും. ഞാൻ മേടിക്കുന്ന മിക്ക കളേഴ്സും സെയിം ഷെയ്ഡായിരിക്കും. പക്ഷെ ഞാൻ പറയും സെയിം ഷെയ്ഡല്ല, ഒരു ചെറിയ ചിലത് ലൈറ്റ്, ചിലത് ബ്രൈറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഏട്ടൻ അവർക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു, അത്രയൊക്കെ തന്നെ. ഹലോ ഗായ്സ്, പോയാണ്. അന്ന് പിന്നെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വേഗം ഞാൻ പറഞ്ഞില്ലേ, ആ എയർപോർട്ടിന് അവിടെ എത്തുമ്പോൾ എനിക്ക് തണുക്കും. അപ്പോഴത്തേക്ക് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ പോകണം. ഓടുന്നത് ഞങ്ങൾ ബസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഹോട്ടൽ ബസ് അവിടെ വന്ന് കിടക്കണ്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.